PR വർക്കിലൂടെ ഉയർന്നു വന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹം പോപ്പുലാരിറ്റിയൊക്കെ നേടിയെടുത്തത് അതിലൂടെയാണ്. അങ്ങനെ ഒരു രീതിയിലൂടെ വളർന്നു വന്നൊരു നേതാവ് സീനിയർ ആയിട്ടുള്ള രമേശ് ചെന്നിത്തലയെ പോലുള്ള പല ആളുകളെയും ഉന്മൂലനം ചെയ്യാൻ, വെട്ടി നിരത്താനായിട്ട് പരിശ്രമിക്കുന്നു. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊരു മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ചില കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പം ഫ്ലെക്സ് ബോർഡുകളൊക്കെ ആയി വന്നിട്ട് വാക്യങ്ങളൊക്കെ എഴുതിയിട്ട് ജനങ്ങളോട് പറയുന്നത്, UDFിനോടൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് എവിടെ ചെന്നെത്തും? UDFിനാണ് അധികാരം ലഭിക്കുന്നതെങ്കിൽ ശരിക്കും VD സതീശന് നിലവിൽ ഒരു മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ തിരിച്ചൊരു ചോദ്യത്തിൽ കൂടെ തന്നെ അതിന് ഉത്തരം പറയും. VD സതീശൻ ഇങ്ങനെയാണെന്നും രമേശ് ചെന്നിത്തല ഇങ്ങനെയാണെന്നുള്ള ഫ്ലക്സുകളും റീലുകളും പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് രമേശ് ചെന്നിത്തല ആരാണ്, അല്ലെങ്കിൽ VD സതീശൻ ആരാണെന്ന് ചെറിയൊരു അറിവ് കിട്ടുന്നുണ്ട്. അത് തെറ്റായിരിക്കും, എന്നാൽ പോലും കുറേ അറിവ് കിട്ടുന്നുണ്ട്. ഒന്നും അറിയാതെ ഈ വരുന്നവൻ ഇരട്ടച്ചങ്കനാണ്, ഒരു മനുഷ്യന് ഇരട്ടച്ചങ്കനാണ്, കാരണഭൂതനാണെന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ കൊണ്ടു നിർത്തുന്നതാണോ നല്ലത്? ആ മനുഷ്യൻ്റെ യോഗ്യതയും അയോഗ്യതയും പറഞ്ഞ് വേറൊരാളായിട്ട് കമ്പയർ ചെയ്യാൻ അവസരം ഉണ്ടാകുന്നതാണോ നല്ലത്? യഥാർത്ഥത്തിലുള്ള ജനാധിപത്യ കമ്പയർ ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് നല്ലത്. സംഭവിച്ചല്ലോ. അപ്പം ഇതിപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിലുള്ള തർക്കം കോൺഗ്രസിലെ ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകും. വോട്ട് ചെയ്തവർക്കും അല്ലാത്തവർക്കും കോൺഗ്രസ് പാർട്ടിയെ വിലയിരുത്താനുള്ള അവസരം കിട്ടി. അല്ലാണ്ട് പിണറായി പറയുന്നത് മാത്രമാണ് പാർട്ടി എന്നുള്ള ആ സങ്കല്പം മാറിയിട്ട് കോൺഗ്രസ് എന്താണെന്ന് മനസ്സിലായി. ഇനി രണ്ടാമത്തെ കാര്യം, VD സതീശൻ അങ്ങനെ തട്ടുമുറം പൊളിച്ച് താവട്ടിറങ്ങി വന്ന ആളാണെന്ന് തോന്നുന്നില്ല. മിനിമം യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഭാരവാഹിയെങ്കിലും ആയിരുന്നു, KSUവിൻ്റെ ഭാരവാഹിയെങ്കിലും ആയിരുന്നു. പിന്നെ VD സതീശൻ ഏതെങ്കിലും സമുദായ സംഘടനകളുടെ സ്പോൺസർഷിപ്പിൽ മന്ത്രിസ്ഥാനം മേടിച്ചായിട്ട് അറിയത്തില്ല. അതാണ് VD സതീശൻ്റെ ഏറ്റവും വലിയ യോഗ്യത. ഇത് രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ തകരാറ് അവിടെ തന്നെയാണ്. താക്കോൽ സ്ഥാനം എന്ന് പറഞ്ഞ് NSSൻ്റെ സ്വന്തം സമുദായത്തിൻ്റെ ജനറൽ സെക്രട്ടറിയെ കൊണ്ട് പരസ്യമായിട്ട് പറയിപ്പിച്ച് ആഭ്യന്തരമന്ത്രി സ്ഥാനം മറ്റൊരു നായരിൽ എന്ത് വ്യത്യാസമായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഉണ്ടായിരുന്നത്? സുകുമാരൻ നായരെന്ന് പറയാൻ പാടില്ലായിരുന്നു, തിരുവഞ്ചൂർ ഒരു നായരാണ്. പണ്ട് ശശി തരൂരിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ശിവകുമാറിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ പെരുന്ന നായന്മാരാണ്, തരൂർ പെരുന്നയല്ല, തരൂരിനെ അവഗണിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു സുകുമാരൻ നായരുടെ പിന്തുണ ലെറ്ററുമായിട്ട് ഈ കത്തുമായി വരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം വേണം പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ കത്തുമായിട്ട് വന്ന് ആഭ്യന്തരമന്ത്രി സ്ഥാനം മേടിച്ച ഒരാൾ തന്നെ രമേശ് ചെന്നിത്തല. ആരായാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കാൻ പറ്റാത്ത യോഗ്യത ഒറ്റ കത്ത് കൊണ്ട് നഷ്ടപ്പെടുത്തി, ഒറ്റ പോസ്റ്റ് കൊണ്ട് നഷ്ടപ്പെടുത്തി. TP ചന്ദ്രശേഖരൻ്റെ വധക്കേസ് അവിടെ നിൽക്കായിരുന്നു തിരുവഞ്ചൂർ അധികാരം ഒഴിയുമ്പോൾ. ആരൊക്കെ പ്രതികളായി, എവിടം വരെ അന്വേഷണം പോയി. രമേശ് വന്ന ഉടനെ തന്നെ സഡൻ ബ്രേക്ക് ഇട്ട പോലെ അവിടെ നിന്നു. ഇനിയുണ്ട് സുകുമാരൻ നായരുടെ ബന്ധത്തിൻ്റെ. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത് വേറെ ആളുണ്ട്, PJ കുര്യൻ, മുൻ കേന്ദ്രമന്ത്രി PJ കുര്യൻ, ഹൈക്കമാൻഡിൻ്റെ സ്വന്തം ആളാണ്. PJ കുര്യനെ രക്ഷിച്ചെടുത്ത ആരാ? ക്രൈം നന്ദകുമാറോട് ചോദിക്കും, അദ്ദേഹം പറഞ്ഞുതരും. സുകുമാരൻ നായർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചൊക്കെ അതിൽ. ഇതെല്ലാം ഒറ്റ കൂട്ടാണ്. കുര്യനും പറഞ്ഞു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണം. എന്താ കാര്യം? എന്താ? സ്ഥാപിത താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇതെല്ലാം. സതീശൻ ചിലപ്പോൾ അതിന് നിന്ന് വരുമെന്നുള്ള പേര്, അല്ലെ സതീശൻ്റെ കൂടെ വേറെ ഗ്രൂപ്പായിരിക്കും. ഇവർക്ക് അത്രയും ആക്സസ് ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കളി കൊണ്ട് പോകുന്നത്. ഇപ്പോൾ നോക്കൂ, സോണിയാഗാന്ധിയുടെ അടുത്തേക്കും രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്കും NSSൻ്റെ നേതാക്കന്മാർ പോവും, കത്തോലിക്ക സഭയുടെ ചില നേതാക്കന്മാർ പോവും, മുസ്ലിം ലീഗിൻ്റെ പോകാൻ സാധ്യത കുറവാണ്. ഈ സമുദായ നേതാക്കളല്ല, വെള്ളാപ്പള്ളി വരെ പോയി ഒരു രമേശിന് വേണ്ടിയിട്ട്. കാരണം ഇവരെല്ലാം ഒരുമിച്ച് എതിർക്കുന്ന ആൾ സതീശനാണ്. അത് തന്നെയാണ് സതീശൻ്റെ യോഗ്യത. ഈ പല വേട്ടാവളിയന്മാരെയും നിഷ്പ്രഭമാക്കാനായിട്ട് ഒരു ചക്രവർത്തി അല്ലെങ്കിൽ ഒരു ഏക ചക്രാധിപതി, ഛത്രാധിപതി കോൺഗ്രസ്സിൽ വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇങ്ങനെയുള്ള കുറേ ഈ വിഴുപ്പ് ഭാണ്ഡങ്ങളെയും അതോടൊപ്പം തന്നെ കുതികാൽ വെട്ട് നടത്തുന്ന ചില ആളുകളെയൊക്കെ ഉണ്ടല്ലോ, സ്വാർത്ഥ താല്പര്യം മാത്രം വെച്ച് നടക്കുന്ന ആളുകളെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താൻ ഈ ഒരു ഏക ഛത്രാധിപതിക്ക് സാധിക്കുമെന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ VD സതീശൻ UDF അധികാരത്തിൽ വരുമ്പം VD സതീശനെയാണ് നയിക്കാൻ കേന്ദ്ര നേതൃത്വം മുമ്പോട്ട് വെക്കുന്നതെങ്കിൽ അദ്ദേഹം ഒരു പിണറായി വിജയനായിട്ട് മാറും. VD സതീശൻ കോൺഗ്രസ്സിലെ ഒരു പിണറായി വിജയനായിട്ട് മാറും എന്ന ഭയം ഇത്തരത്തിൽ ഫ്ലെക്സ് ഒട്ടിക്കുന്ന പലർക്കും ഉണ്ടാവില്ലേ? അത് പിണറായി വിജയനെ കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞൊരു മറുപടി പറഞ്ഞുകൊണ്ട് നിർത്താം. അത് ആ ചോദ്യത്തിൻ്റെ അർത്ഥം തന്നെ ഈ ചോദിക്കുന്ന ആളിനെ കോൺഗ്രസിനെ പറ്റി ഒരു ചുക്കും അറിയത്തില്ല.
പിണറായി വിജയൻ ചോദിക്കില്ല ഈ പാർട്ടിയെക്കുറിച്ച് എന്ത് ഒരു ചുക്കും നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറയുന്ന പോലെ കോൺഗ്രസിനെക്കുറിച്ച് ഒരു ചുക്കും അറിയത്തില്ലാത്തതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നത്. കോൺഗ്രസിൽ ഇത്തരം എല്ലാ കാലത്തും ഇത്തരം തർക്കങ്ങളും വഴക്കുകളും ഉണ്ടെന്ന്. കാരണം കോൺഗ്രസിൽ ഈ ഗ്രൂപ്പും തർക്കവും അടിയും മാത്രമാണ്, നന്നാക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ അർത്ഥം. ഈ കോൺഗ്രസ് നന്നാകുന്നതിനാ രാജ്യം ഭരിച്ചാൽ പോലെ. കോൺഗ്രസ് എന്തും ആയിക്കോട്ടെ, ലോകത്തിലെ ഏറ്റവും പവർഫുൾ രാജ്യമാണ്, ഏറ്റവും ചെറിയ രാജ്യമാണ് ഇസ്രായേൽ. ഒരു 10 പ്രാവശ്യമെങ്കിലും അവിടുത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും മാറിയിട്ടുണ്ട്. ആരാന്നുള്ളതല്ലെന്ന്, എങ്ങനെ ഭരിക്കുന്നു എന്നുള്ള. പൊതുസമൂഹം കോൺഗ്രസിന് നേരെ ഉയർത്തുന്ന വിമർശനം, നിങ്ങൾക്ക് അച്ചടക്കം ഉള്ളൊരു പിണറായി വിജയനാണ് ഇഷ്ടം, അച്ചടക്കമില്ല സതീശ്. ഞാൻ അച്ചടക്കത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അച്ചടക്കത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അച്ചടക്കം വേണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടൊരു കാര്യമാണ്. പിണറായി വിജയൻ അല്ലെങ്കിൽ CPM ഗെയിൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു വഴികളുണ്ട് എന്ന് പറയുന്നത് അത് ഈ കേഡർ സ്വഭാവവും അച്ചടക്കവും തന്നെയാണ്, അതിൽ സംശയമില്ല. അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ അച്ചടക്കം യഥാർത്ഥത്തിൽ VD സതീശനിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഡിസിപ്ലിൻ VD സതീശനിൽ കാണാൻ പറ്റും. അദ്ദേഹം പല ആളുകളെയും വേവറിങ് അല്ല, പലരുടെയും തിണ്ണ നിറങ്ങാനായിട്ട് തയ്യാറാവുന്നില്ല. ഇതൊക്കെ കൊണ്ട് അദ്ദേഹം ഒരു മികച്ച നേതാവാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഇതൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഭയപ്പെടുന്നവരും UDF-ലുണ്ട്, കോൺഗ്രസിലുണ്ട്. അവരല്ലേ ഈ ഫ്ലെക്സ് ബോർഡ് ഒട്ടിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചത്. ഉറപ്പായിട്ടും സംശയം വേണ്ട. VD സതീശനെ പോലുള്ളൊരു ലീഡർഷിപ്പിനെ ഇഷ്ടപ്പെടാത്തവരാണ് ഇത് ഒട്ടിക്കുന്നത്. ഇപ്പം ഇത്തവണത്തെ സീറ്റ് കൊടുത്തതൊക്കെ നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ പേരെടുത്ത് പറയുന്നില്ല, എത്ര പേർക്ക് അങ്ങനെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാത്രം സീറ്റ് കൊടുത്തു, ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സീറ്റ് കൊടുത്തിട്ട് പറയാം MLA-മാർ തിരിക്കുന്ന വല്ല കാര്യമുണ്ടോ? എനിക്കിഷ്ടമുള്ളവർക്കാണ് ഞാൻ സീറ്റ് കൊടുക്കുള്ളൂ. സീറ്റ് കൊടുക്കാനുള്ള പവർ ഞാൻ എക്സർസൈസ് ചെയ്തിട്ടിരിക്കുക. ഞാനൊരു 15 പേർക്ക് കൊടുത്തിട്ടുണ്ട്, സീറ്റ് കൊടുത്തിട്ടുണ്ട്. അവരാർക്ക് വേണ്ടി നിൽക്കും? അല്ലെ സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട്, അവരാർക്ക് വേണ്ടി നിൽക്കും? അത്തരക്കാരുടെ വോട്ട് നേടി പിന്നെ എനിക്ക് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് ജനാധിപത്യമല്ല. ജനാധിപത്യ പ്രവർത്തകരുടെ വികാരം അറിയാനുള്ള മാർഗ്ഗം നേതാക്കന്മാർക്കുണ്ടാവണം. ഇപ്പോൾ കരുണാകരനൊക്കെ നേതാവായി, ആരെങ്കിലും ഹൈക്കമാൻഡിൽ നിന്ന് കെട്ടിയിറക്കിയിട്ടായതല്ല. ആൻ്റണി നേതാവായി, ഹൈക്കമാൻഡ് ആക്കിയതല്ല. ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡ് ആക്കിയതല്ല. അങ്ങനെ ആക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിരിക്കണം നേതാവ്. നാളെ അവർ തെറ്റ് കാണിച്ചാൽ നാളെ തിരുത്തിക്കോണമെന്നേ, മാറ്റി തന്നെ പ്രശ്നം. ഞാൻ ഇസ്രായേലിൻ്റെ ഉദാഹരണം പറഞ്ഞു. ഏറ്റവും കൂടുതൽ കാലം കുറച്ച് കാലം പ്രസിഡന്റും പ്രധാനമന്ത്രി അധികാരത്തിരിക്കണ രാജ്യമാണ്. ഇത്രയും പ്രശ്നങ്ങളുള്ള രാജ്യം വേറെയില്ല. എന്നിട്ടും അതിനെ അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വരുന്ന ആൾക്കാരും ആ വരുന്ന സിസ്റ്റത്തിൻ്റെ, വീണ ജോർജ് പറഞ്ഞിട്ട് വാചകമാണ്, സിസ്റ്റത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയാണ്. കോൺഗ്രസിന് ആ സിസ്റ്റം ഉണ്ട്, അതാണ് UDF. സതീശൻ പറഞ്ഞ വാചകമുണ്ട്, ടീം UDF. അത് കോൺഗ്രസിൻ്റെ സ്പിരിറ്റാണ്, ജനാധിപത്യത്തിൻ്റെ സ്പിരിറ്റാണ്. ആ സ്പിരിറ്റിനെ ഉയർത്തിപ്പിടിക്കുന്ന ആര് മുഖ്യമന്ത്രി ആയാലും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോഴത്തെ അതൊക്കെ വെറും പുറമൂച്ച് മാത്രമാണോ അതറിയത്തില്ല. അത് ആണെങ്കിൽ തിരുത്താവുന്നേ. ആരും നിങ്ങൾ പുറമേ ആളുകളോടെ അല്ല, നാളെ നിങ്ങൾ അതിനെ വിമർശിച്ചുകൊണ്ട് പറയൂ. ലീഗ് തന്നെ പറഞ്ഞു നാണക്കേടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എവിടെയാണ് ഈ ടീം UDF വർക്കൗട്ട് ആവുന്നത്? ടീം UDF എന്നൊക്കെ പറയുന്നത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ മാത്രമായിട്ട് പുറമൂച്ച് നടത്തുന്ന ഒരു ഐക്യമുണ്ടെന്ന കാര്യം മാത്രമാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, മെയ് 4-ാം തീയതിക്ക് മുമ്പ് വരെ, അതായത് UDF-ന് വോട്ട് ചെയ്ത ആളുകൾ അടക്കമാണ് പറയുന്നത് കേട്ടോ, മെയ് 4-ാം തീയതിക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നത് വെറും നാണക്കേടാണ്. ഒരേ ടീമിലുണ്ടായിരുന്ന ഹർഭജൻ സിംഗ് എന്തിനാ ശ്രീശാന്തിനെ തല്ലിയത്? അതുകൊണ്ട് അല്ല, ഇത് ഇത്തരം കാര്യങ്ങൾ ഗ്രൂപ്പ് സംഘടനകളെല്ലാം എല്ലാ പ്രസ്ഥാനങ്ങളും നടക്കും. അത്രേ ഉള്ളൂ.